എന്നും വാഹനപ്രേമികളുടെ ഒരു ഹരമാണ് സ്പ്ലെൻഡർ. 1994-ൽ CD100ന്റെയും സ്ലീക്കിന്റെയും പിൻഗാമിയായിട്ടാണ് സ്പ്ലെൻഡർ ഇറങ്ങുന്നത്. അന്നു മുതൽ ഇന്ത്യൻ നിരത്തുകൾ ഭരിക്കുന്ന ഒരു രാജാവായി സ്പ്ലെൻഡർ വിലസുന്നു. എത്ര വർഷമായാലും എത്ര കിലോമീറ്റർ ഓടിയാലും ഒന്ന് റീപെയിന്റ് ചെയ്ത് അത്യാവശ്യം മെയിൻ്റനൻസ് നടത്തി ഇറക്കിയാൽ അവൻ ഇന്നും രാജാവായി മാറും. 3 ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ ഓടിയ ധാരാളം സ്പ്ലെൻഡർ ബൈക്കുകൾ ഇപ്പോഴും ഇന്ത്യൻ റോഡുകൾ ഭരിക്കുന്നു. അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെ 2 പേർ മലയാളക്കര കീഴടക്കി. അത് കുഞ്ചാക്കോ ബോബനും പിന്നെ നമ്മുടെ സ്പ്ലെൻഡറുമായിരുന്നു. ഇന്ത്യൻ നിരത്ത് പിടിക്കാനായി പല ന്യൂജൻ ബൈക്കുകളും നോക്കിയിരുന്നു. പൾസറും CBCയും കരിഷ്മയും അപ്പാച്ചയും ഫിയറോയും ഒക്കെ. അങ്ങനെ പൊരുതി തോറ്റവർ ധാരാളം. സ്പ്ലെൻഡറിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം അവൻ ഇന്ത്യൻ നിരത്തുകളുടെ ഒരേ ഒരു രാജാവാണ്. 97cc എഞ്ചിന്റെ മുരൾച്ചയും യൂറോ 1 സ്പ്ലെൻഡറിന്റെ കുടുകുടു ശബ്ദവും ആസ്വദിക്കാത്ത ഇന്ത്യക്കാരില്ല. 2007 കണക്കുകൾ പ്രകാരം എല്ലാ വർഷവും 10 ലക്ഷത്തിലധികം സ്പ്ലെൻഡർ ബൈക്കുകൾ വിൽക്കപ്പെടുന്നുണ്ട്. മൈലേജിൽ സ്പ്ലെൻഡറിനെ തോൽപ്പിക്കാനായി ഇറങ്ങിയ CT100ഉം പ്ലാറ്റിനയും വിക്ടറും സെൻട്രയും സെഞ്ചുറിയും എല്ലാം യുദ്ധം മതിയാക്കി മടങ്ങിയിരിക്കുന്നു. കാരണം എത്ര പൊരുതിയിട്ടും കാര്യമില്ല, ആർക്കും അവനെ തോൽപ്പിക്കാനാവില്ല.